നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായി ഇറക്കുമതി തീരുവ ചുമത്തുന്നുവെന്നാരോപിച്ച് അമേരിക്ക ഇപ്പോൾ പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. തീരുവ കാര്യത്തിൽ താൻ ദയാലുവാണെന്ന് ആവർത്തിച്ചതിന് പിന്നാലെയാണ് പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ വെച്ചാണ് ട്രംപ് തന്റെ ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ഡിസ്കൗണ്ട് ഉള്ള പകരച്ചുങ്കം എന്ന് പറഞ്ഞാണ് ഇന്ത്യക്ക് മേൽ 26% തീരുവ ചുമത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് 34% ഇറക്കുമതി തീരുവ ഈടാക്കും. യൂറോപ്യൻ യൂണിയന് 20% തീരുവയും UK-ക്ക് 10% തീരുവയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജപ്പാനാകട്ടെ 24% തീരുവയായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള 10% ഇറക്കുമതി തീരുവയ്ക്ക് പുറമെയാണ് ഈ നിരക്ക് ഈടാക്കുന്നത്. വർഷങ്ങളോളം മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ കൊള്ളയടിച്ചു. ഇനി അത് ഉണ്ടാകില്ലെന്ന് ട്രംപ് വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ പ്രസംഗിക്കവേ പറഞ്ഞു. അമേരിക്ക തന്റെ വ്യാപാരം തിരിച്ചുപിടിച്ച ദിവസമായ ഏപ്രിൽ 2 വിമോചന ദിനമായി അറിയപ്പെടും. നമുക്കുമേൽ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ നിന്ന് നാം പകരച്ചുങ്കം ചുമത്തുകയാണ്. അവർ നമ്മളോട് ചെയ്തത് നാം തിരിച്ചു ചെയ്യുന്നു, അത്രമാത്രമെന്നും ട്രംപ് തന്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു. 10% തീരുവ ഏപ്രിൽ 5 മുതലും രാജ്യങ്ങൾക്കുള്ള കൂടിയ തീരുവ ഏപ്രിൽ 9 പ്രാബല്യത്തിൽ വരുന്നത്. പകരച്ചുങ്കം US-ന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്.